ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികളെ കുറിച്ച് പറയുകയുണ്ടായി. അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. നമുക്ക് ദാദാഭായ് നവറോജിയെ കുറിച്ച് പറയാം. ദാദാഭായ് നവറോജി എന്ന് പറയുമ്പോൾ ദാദാഭായ് നവറോജി ഏതു പേരിൽ അറിയപ്പെടുന്നു? ദാദാഭായ് നവറോജി ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ആൻസർ എന്താണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ഈസ് നോൺ ആസ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ദാദാഭായ് നവറോജി ഈസ് നോൺ ആസ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ദാദാഭായ് നവറോജിയാണ്. ഡ്രെയിൻ തിയറി ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെയാണ്. അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം ആരുടെയാണ്? ദാദാഭായ് നവറോജി. ഡ്രെയിൻ തിയറി ബൈ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ തിയറി സിദ്ധാന്തമാണിത്, ചോർച്ചാ സിദ്ധാന്തം. അതുപോലെ തന്നെ ദാദാഭായ് നവറോജി 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചു. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി ഫൗണ്ടഡ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഓൺ 1866. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ്? ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഫസ്റ്റ് ഇന്ത്യൻ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ്. ആൻസർ ദാദാഭായ് നവറോജിയാണ്. ഫസ്റ്റ് ഇന്ത്യൻ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ്. ആൻസർ ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ ദാദാഭായ് നവറോജി ആരംഭിച്ച പത്രം ഏതാണ്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചു. ആരാരംഭിച്ചു? ദാദാഭായ് നവറോജി ആരംഭിച്ചു. ദാദാഭായ് നവറോജി സ്റ്റാർട്ടഡ് ന്യൂസ് പേപ്പർ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ ദാദാഭായ് നവറോജിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജി. അതായത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ആൻസർ ദാദാഭായ് നവറോജി. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ്. ആൻസർ ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ INC എന്ന പേര് നൽകിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. The term INC was coined by ദാദാഭായ് നവറോജി. നമ്മൾ ദാദാഭായ് നവറോജിയെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്നാണെന്ന് അറിയാമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്നാണ്? 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഓൺ 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണെന്ന് അറിയാമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനാണ് A.O. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ. ആൻസർ A.O. ഹ്യൂം. ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആൻസർ A.O. ഹ്യൂം. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? W.C. ബാനർജിയാണ്. W.C. ബാനർജി വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല പ്രസിഡന്റ് ആരാണ്? W.C. ബാനർജിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിത ആരാണ്? ആനി ബെസന്റ് ആണ്. ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് INC. ആൻസർ എന്താണ്? ആരാണ്? ആനി ബെസന്റ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശ വനിത അങ്ങനെ ചോദിച്ചാലും ആൻസർ എന്താണ്? ആനി ബെസന്റ് ആണ്. ഫസ്റ്റ് ഫോറിൻ വുമൻ പ്രസിഡന്റ് ഓഫ് INC. ആൻസർ എന്താണ്? ആനി ബെസന്റ്.
അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡുവാണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൻ പ്രസിഡന്റ് ഓഫ് INC. ആൻസർ സരോജിനി നായിഡു. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് വാസ് ദ യങ്ങസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സോണിയാഗാന്ധിയാണ്. ലോങ്സ്റ്റ് സെർവിംഗ് പ്രസിഡന്റ് ഓഫ് INC. ആൻസർ സോണിയാഗാന്ധിയാണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചു ആരാണെന്ന് അറിയാമോ? അതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? സോണിയാഗാന്ധിയാണ്. ലോങ്സ്റ്റ് സെർവിംഗ് പ്രസിഡന്റ് ഓഫ് INC ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ആൻസർ സോണിയാഗാന്ധി. അതുപോലെ തന്നെ സോണിയാഗാന്ധിയാണ്. ഇനി നമ്മൾ അതുപോലെ തന്നെ അന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചു ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതായത് ലോങ്സ്റ്റ് സെർവിംഗ് പ്രസിഡന്റ് ഓഫ് INC ബിഫോർ ഇൻഡിപെൻഡൻസ്. ആൻസർ എന്താണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ INCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെ. പ്രസന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആൻസർ മല്ലികാർജുൻ ഖാർഗെ. അതുപോലെ തന്നെ INC കുറിച്ച് പറയുകയാണെങ്കിൽ INCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? 24 അക്ബർ റോഡ് ന്യൂഡൽഹി. 24 അക്ബർ റോഡ് ന്യൂഡൽഹിയാണ് INCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് INC. 24 അക്ബർ റോഡ് ന്യൂഡൽഹി. അതുപോലെ തന്നെ INC കുറിച്ച് പറയുകയാണ്, INCയുടെ മുഖപത്രം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പബ്ലിഷിംഗ് ന്യൂസ് പേപ്പർ നാഷണൽ ഹെറാൾഡ് പബ്ലിഷിംഗ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പുറത്തിറക്കുന്നത്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഡഫറിൻ പ്രഭുവാണ്. അപ്പം ഞാൻ ഇന്നിവിടെ വന്നത്, അപ്പം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ LLB എൻട്രൻസ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞെങ്കിലും ഇത് എല്ലാവർക്കും, പരീക്ഷകൾ എഴുതുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയ ഫ്രണ്ട്സ് വീഡിയോ കാണുക കേട്ടോ. ദീപം ലോ അക്കാഡമിയുടെ സ്റ്റുഡൻസ് വീഡിയോ കമ്പൾസറി ആയിട്ടും കാണുക, കേട്ട് പഠിക്കുക കേട്ടോ. ഏവർക്കും ഇത് ഉപകാരപ്പെടുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. കടയിൽ ഒരു വ്യക്തി വീഡിയോ കാണാൻ നിർബന്ധിക്കുകയല്ല. വീഡിയോ കാണുന്നതും കാണാത്തതും ഒക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം നിർത്തുവാണ്. വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് വീഡിയോ കാണുക.